നമസ്കാരം. ജെ ലൈഫ് സ്റ്റൈൽ സ്ലീപ്പിംഗ് സ്റ്റോറി ടെല്ലിംഗ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ രാത്രിയുടെ ശാന്തതയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദിനം മുഴുവൻ ഉണ്ടായ തിരക്കുകളും ചിന്തകളും അല്പസമയം മറന്ന് മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകാനുള്ള സമയമാണിത്. സുഖമായി കിടക്കൂ, കണ്ണുകൾ പതുക്കെ അടയ്ക്കൂ. എന്റെ ശബ്ദത്തോടൊപ്പം ഈ മനോഹരമായ കഥയുടെ ലോകത്തിലേക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ഉറക്കക്കഥയിലേക്ക് സ്വാഗതം. നിധിവേട്ടക്കാരൻ ഭാഗം 3 അവസാന ഭാഗം. ഞാൻ ആ വലിയ കൽവാതിലിന്റെ മുന്നിൽ നിന്നു. ഹൃദയം ശക്തിയായി മിടിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങളായി ആരും കണ്ടെത്താത്ത രാജാവിന്റെ നിധി ഒരുപക്ഷേ ഈ വാതിലിന് പിന്നിലായിരിക്കും. ഞാൻ ടോർച്ചിന്റെ വെളിച്ചം വാതിലിലേക്ക് തിരിച്ചു. വാതിലിന്റെ നടുവിൽ 3 കല്ല് ചക്രങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ ചക്രത്തിലും വ്യത്യസ്ത അടയാളങ്ങൾ കൊത്തിയിരുന്നു. അതിനടിയിൽ ഒരു വാചകവും: ബുദ്ധി, സത്യസന്ധത, ധൈര്യം, ഈ 3ഉം ഒന്നിക്കുന്നവനാണ് യഥാർത്ഥ നിധിയുടെ അർഹൻ. ഞാൻ ആ വാക്കുകൾ പലതവണ വായിച്ചു. കുറച്ചു നേരം ആലോചിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 3 ചക്രങ്ങളും ശരിയായ ക്രമത്തിൽ തിരിക്കണം. ഞാൻ ആദ്യ ചക്രം തിരിച്ചു. അതിൽ ബുദ്ധിയെ സൂചിപ്പിക്കുന്ന ഒരു മൂങ്ങയുടെ ചിത്രം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ചക്രത്തിൽ തുലാസിന്റെ ചിത്രം. അത് സത്യസന്ധതയെ സൂചിപ്പിക്കുന്നതായിരുന്നു. മൂന്നാമത്തെ ചക്രത്തിൽ സിംഹത്തിന്റെ ചിത്രം. അത് ധൈര്യത്തിന്റെ അടയാളം. 3ഉം ശരിയായ സ്ഥാനത്ത് എത്തിയപ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടു. വാതിൽ പതുക്കെ തുറക്കാൻ തുടങ്ങി. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷമായിരുന്നു അത്. ഞാൻ അകത്തേക്ക് കടന്നു. അവിടെ കണ്ട കാഴ്ച കണ്ട് ഞാൻ അമ്പരന്നു. ഒരു വലിയ ഭൂഗർഭമുറി. ചുമരുകളിൽ സ്വർണ്ണ വിളക്കുകൾ. മുറിയുടെ പല ഭാഗങ്ങളിലും വലിയ മരപ്പെട്ടികൾ. ചില പെട്ടികൾ തുറന്നുകിടക്കുകയായിരുന്നു. അവയിൽ സ്വർണ്ണ നാണയങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. മറ്റു ചിലതിൽ രത്നങ്ങളും വിലയേറിയ ആഭരണങ്ങളും. ഞാൻ വിശ്വസിക്കാൻ പോലും കഴിയാതെ നിന്നു. ഞാൻ ശരിക്കും നിധി കണ്ടെത്തിയിരിക്കുന്നു. വർഷങ്ങളായി കഥകളിൽ മാത്രം കേട്ട നിധി എന്റെ മുന്നിലായിരുന്നു. പക്ഷേ അപ്പോൾ ഒരു ശബ്ദം കേട്ടു. അവസാനം നീ എത്തി. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു. അവിടെ വിജയൻ നിൽക്കുകയായിരുന്നു. എനിക്ക് ഞെട്ടലായി. നീ ഇവിടെ എങ്ങനെ എത്തി? അയാൾ ചിരിച്ചു. നീ കരുതുന്നതിലും ഞാൻ ബുദ്ധിമാനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നെ രഹസ്യമായി പിന്തുടർന്ന് അയാളും ഇവിടെ എത്തിയിരുന്നു. വിജയൻ മുന്നോട്ട് നടന്നു. അവന്റെ കണ്ണുകൾ സ്വർണ്ണ നാണയങ്ങളിലേക്ക് നോക്കുകയായിരുന്നു. ഇനി ഈ നിധി എല്ലാം എന്റേതാണ്. അത് ഒരിക്കലും നടക്കില്ല, ഞാൻ പറഞ്ഞു. നിന്നെ തടയാൻ ഇവിടെ ആരുമില്ല. അയാൾ ഒരു വലിയ സ്വർണ്ണപ്പെട്ടിയിലേക്ക് ഓടി. പക്ഷേ പെട്ടി തുറന്ന നിമിഷം എന്തോ സംഭവിച്ചു. മുറിക്കുള്ളിൽ വീണ്ടും വലിയ ശബ്ദം മുഴങ്ങി. ചുമരുകൾ വിറയ്ക്കാൻ തുടങ്ങി. പൊടി താഴേക്ക് വീഴാൻ തുടങ്ങി. ഞാൻ ചുറ്റും നോക്കി. ഭിത്തിയിൽ ഒരു പുതിയ എഴുത്ത് തെളിഞ്ഞു: ലോഭം നാശത്തിലേക്കുള്ള വഴി. അപ്പോൾ എനിക്ക് മനസ്സിലായി. രാജാവ് ഒരു അവസാന പരീക്ഷണം കൂടി ഒരുക്കിയിരുന്നു. ലോഭികളായ ആളുകളെ തടയാനുള്ള പരീക്ഷണം. വിജയൻ അത് മനസ്സിലാക്കിയില്ല. അയാൾ സ്വർണം വാരിക്കൂട്ടാൻ തുടങ്ങി. അതോടെ മുറി കൂടുതൽ വിറയ്ക്കാൻ തുടങ്ങി. കല്ലുകൾ താഴേക്ക് വീഴാൻ തുടങ്ങി. വിജയ, നിർത്തൂ, ഞാൻ വിളിച്ചു. പക്ഷേ അയാൾ കേട്ടില്ല. പെട്ടെന്ന് ഒരു വലിയ കല്ല് അവന്റെ മുന്നിലേക്ക് വീണു. അയാൾ ഭയന്ന് പിന്നോട്ട് ചാടി. ഇപ്പോൾ അവനും അപകടം മനസ്സിലായി. എന്നെ രക്ഷിക്കൂ, അയാൾ നിലവിളിച്ചു. ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. അയാൾ എന്നെ ചതിക്കാൻ ശ്രമിച്ചു. നിധി തട്ടിയെടുക്കാനും ശ്രമിച്ചു. പക്ഷേ ഞാൻ അയാളെ അവിടെ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചില്ല. ഞാൻ അവന്റെ അടുത്തേക്ക് ഓടി. വേഗം വരൂ. ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്കുള്ള വഴിയിലേക്ക് ഓടി. പിന്നിൽ കല്ലുകൾ വീഴുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഓരോ നിമിഷവും അപകടം കൂടിക്കൊണ്ടിരുന്നു. അവസാനം ഞങ്ങൾ പ്രധാന വാതിലിനടുത്തെത്തി. അപ്പോൾ മറ്റൊരു വലിയ കല്ല് വീണു. വഴി അടയാൻ പോകുകയായിരുന്നു. ഞാൻ കഴിയുന്നത്ര വേഗത്തിൽ ഓടി. വിജയനും പിന്നാലെ. അവസാന നിമിഷത്തിൽ ഞങ്ങൾ പുറത്തേക്ക് ചാടി. ധൂം! വലിയ ശബ്ദത്തോടെ കൽവാതിൽ അടഞ്ഞു. ഞങ്ങൾ നിലത്ത് വീണു. അല്പസമയം ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ കിടന്നു. കുറച്ചു കഴിഞ്ഞ് വിജയൻ എന്നെ നോക്കി. ഞാൻ നിന്നെ ചതിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും നീ എന്നെ രക്ഷിച്ചു. ഞാൻ ചിരിച്ചു. നിധിയേക്കാൾ വിലപ്പെട്ടത് മനുഷ്യജീവനാണ്. അയാൾ തലകുനിച്ചു. ആ വാക്കുകൾ അവനെ മാറ്റിയെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഒരു കാര്യം ഇപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല. അത്ര വലിയ നിധി രാജാവ് എന്തിനാണ് ഒളിപ്പിച്ചത്? ഞാൻ വീണ്ടും മുറിയുടെ പുറംഭാഗം പരിശോധിച്ചു. അപ്പോൾ ഒരു ചെറിയ കല്ല് പെട്ടി കണ്ടു. അത് മുൻപ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഞാൻ അത് തുറന്നു. അതിനുള്ളിൽ ഒരു പഴയ രേഖ. രാജാവിന്റെ കത്ത്. ഞാൻ അത് വായിക്കാൻ തുടങ്ങി. ഈ നിധി കണ്ടെത്തുന്നവനെ, നീ ബുദ്ധിയും ധൈര്യവും തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ പരീക്ഷണം ഇനി വരുന്നു. ഈ സമ്പത്ത് നിനക്കായി മാത്രം ഉപയോഗിക്കരുത്. ജനങ്ങളുടെ നന്മയ്ക്കായി ഉപയോഗിക്കുക. അതാണ് യഥാർത്ഥ നിധിയുടെ രഹസ്യം. ഞാൻ ആ കത്ത് പലതവണ വായിച്ചു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി.
യഥാർത്ഥ നിധി സ്വർണമല്ല, ബുദ്ധിയും നല്ല മനസ്സുമാണ്. ഞാൻ ഗ്രാമത്തിലേക്ക് മടങ്ങി. എല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ മുഴുവൻ കഥയും പറഞ്ഞു. ആദ്യം ആരും വിശ്വസിച്ചില്ല. പക്ഷേ പിന്നീട് ഞാൻ കൊണ്ടുവന്ന രേഖകളും തെളിവുകളും കണ്ടപ്പോൾ എല്ലാവർക്കും സത്യം മനസ്സിലായി. സർക്കാർ ഉദ്യോഗസ്ഥരും എത്തി. നിധിയെക്കുറിച്ച് അന്വേഷണം നടത്തി. നിയമപ്രകാരം നിധി സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഒരു ഭാഗം ഗ്രാമത്തിന്റെ വികസനത്തിനായി ഉപയോഗിച്ചു. പുതിയ സ്കൂൾ പണിതു, ആശുപത്രി നിർമ്മിച്ചു, റോഡുകൾ നന്നാക്കി, കുടിവെള്ള പദ്ധതികൾ ആരംഭിച്ചു. എന്റെ ഗ്രാമം പതുക്കെ മാറാൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും ഇനി കഷ്ടപ്പെടേണ്ടി വന്നില്ല. പക്ഷേ ഞാൻ പഴയ ജീവിതം മറന്നില്ല. ദാരിദ്ര്യം എന്താണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് കഴിയുന്നത്ര ആളുകളെ സഹായിക്കാൻ ഞാൻ ശ്രമിച്ചു. ഒരു ദിവസം വൈകുന്നേരം ഗ്രാമത്തിന്റെ മുകളിലുള്ള മലയിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. അപ്പോൾ വിജയൻ എന്റെ അടുത്തെത്തി. അയാൾ ഇപ്പോൾ മാറിയ ഒരു മനുഷ്യനായിരുന്നു. നിന്റെ കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്, അയാൾ പറഞ്ഞു. ഞാൻ ചിരിച്ചു. നമ്മൾ എല്ലാവരും തെറ്റുകൾ ചെയ്യാറുണ്ട്. അയാൾ കൈനീട്ടി. ഞാൻ അത് പിടിച്ചു. ആ ദിവസം മുതൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും ആളുകൾ എന്നോട് ചോദിക്കും, നീ കണ്ടെത്തിയ ഏറ്റവും വലിയ നിധി എന്താണ്? ഞാൻ എപ്പോഴും ഒരേ മറുപടിയാണ് പറയുന്നത്: സ്വർണമല്ല, രത്നങ്ങളുമല്ല. അപ്പോൾ ബുദ്ധി, ധൈര്യം, നല്ല മനസ്സ്. കാരണം അവ ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത് നിധിയും കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഒരു പാവപ്പെട്ട ബാലനായി തുടങ്ങിയ എന്റെ യാത്ര ഒരു നിധി വേട്ടക്കാരന്റെ അത്ഭുതകരമായ സാഹസിക കഥയായി മാറി. ഇന്നും ആ പഴയ രാജാവിന്റെ കത്ത് ഞാൻ സൂക്ഷിച്ചുവച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴെല്ലാം എനിക്ക് ഒരേയൊരു കാര്യം ഓർമ്മ വരും: യഥാർത്ഥ നിധി ഭൂമിക്കടിയിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വർണമല്ല, മനുഷ്യന്റെ ഉള്ളിലുള്ള നല്ല മനസ്സാണ്. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഒരു ലൈക്ക് ചെയ്യൂ. ഇനിയും ഇത്തരം നല്ല വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പ്രചോദനം. നന്ദി.